ഹായ് ഹലോ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഷിംലയിലാണ്. ഷിംലയിൽ ഞാൻ ഇന്നലെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ ഷിംലയിൽ വന്നിട്ടുണ്ടായിരുന്നത് പ്രധാനമായിട്ട് ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ടാണ്. അത് സാധാ ട്രെയിനല്ല, ടോയ് ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ നമ്മളിത് ഇപ്പോൾ നിൽക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് ബാക്കിലെ കാഴ്ചകളാണ് നിങ്ങളിപ്പോഴേ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷിംലയിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ടോയ് ട്രെയിൻ കാണണ്ടേ. നമ്മൾ ടോയ് ട്രെയിൻ ബുക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് 3:15. അപ്പോൾ ഇപ്പോൾ സമയം 1:20 അപ്പോൾ നമുക്ക് ഇനിയും സമയമുണ്ട് ടോയ് ട്രെയിനിലോട്ട് കയറാനായിട്ട്. അപ്പോൾ ഇതാണ് ടോയ് ട്രെയിൻ സംഭവം. ഇപ്പോൾ നിലവിൽ ഊട്ടിയിലും പിന്നെ ഷിംലയിലും മാത്രമേ ടോയ് ട്രെയിൻ ഓടുന്നുള്ളൂ. സത്യം പറഞ്ഞാൽ വലിയ നീളമോ കാര്യങ്ങളൊന്നുമില്ല, ചെറിയൊരു ട്രെയിനാണ്. അതിൻ്റെ അങ്ങേയറ്റം നമ്മുടെ ആ ഫ്രണ്ടിൽ അവിടെ കാണാൻ പറ്റുന്നുണ്ട്, ഇങ്ങേയറ്റം ഇവിടെ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മുമ്പിൽ പോയി നോക്കാം എങ്ങനെയൊക്കെയാണ് ഈ ട്രെയിനിൻ്റെ കാഴ്ചകളെന്ന്. നമ്മൾ ഈ കളിപ്പാട്ടത്തിലൊക്കെ കാണില്ലേ, കളിപ്പാട്ടത്തിലല്ല, നമ്മൾ ഈ കളിപ്പാട്ടം ഒക്കെ വാങ്ങിക്കുമ്പോൾ ഈ ചെറിയ ട്രാക്കിൽ കൂടെ ഇങ്ങനെ ഓടുന്ന ട്രെയിൻ കണ്ടിട്ടില്ലേ, അതാണ് ആ ട്രെയിൻ തന്നെയാണ് ഇവിടെ ഉള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മനോഹരമായ ഈ കാഴ്ചയും പിന്നെ ട്രെയിനിലൂടെയുള്ള യാത്രയുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. ഈ ട്രെയിന് പോകുന്ന വഴികളിലൊക്കെ അടിപൊളിയാണ് കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ ഡിസംബർ ജാനുവരി ആ ഒരു സമയത്താണ് ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് ഈ ട്രെയിൻ മഞ്ഞിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോകുന്നത് കാണാം. എന്ന് പറഞ്ഞാൽ സ്നോഫോൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ ഈ ട്രെയിൻ പോകും. അപ്പോൾ അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക്. ഇതിപ്പോൾ മാർച്ച് ടൈം ആയതുകൊണ്ട് തന്നെ മഞ്ഞുണ്ടാവില്ല, പക്ഷേ ആ ഒരു വഴി കൂടെ തന്നെയാണ് പോകുന്നത്. ഒരു രക്ഷയില്ലായിരിക്കും, അടിപൊളിയായിരിക്കും, നല്ല ഫീലായിരിക്കും. അതുകൊണ്ട് അതിൻ്റെ ഫ്രണ്ട് ഇവിടെയാണ് സംഭവം. ഇതിൻ്റെ എൻജിൻ വന്നിട്ടില്ല, എൻജിൻ ഇപ്പോൾ വന്നതും ഈ ട്രെയിൻ എടുക്കും. ഇത് എനിക്ക് വേണ്ടി 2 മണിക്കുള്ള ട്രെയിനോ അങ്ങാണ്ടാണെന്ന് തോന്നുന്നു. നമ്മുടെ ട്രെയിനിൻ്റെ സമയം 3:15. അപ്പോൾ നമുക്ക് ഇവിടെ ഈ റെയിൽവേ സ്റ്റേഷൻ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ബോറടിക്കില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോഹരമായ കാഴ്ചയും പിന്നെ ഈ ടോയ് ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന കാഴ്ചകളും കണ്ടിരിക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇതിനെ എങ്ങനെയുണ്ടാ ടോയ് ട്രെയിൻ? നല്ല സൂപ്പറാണ്. നമ്മൾ ഈ കളിപ്പാട്ടത്തിലൊക്കെ കാണുന്ന ട്രെയിൻ അല്ലേ. പിന്നെ ഇത് AC കോച്ചൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് AC കോച്ച്, ഇത് നോൺ AC ആണ് നമ്മളിതാ കാണുന്നത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നോൺ AC ആയിരുന്നാലും AC ആയിരുന്നാലും നമുക്ക് വിൻഡോ ഒക്കെ തുറന്ന് വെക്കാൻ പറ്റും. പക്ഷേ ഇവിടെ AC ആവശ്യമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അല്ലാതെ ഇവിടെ നല്ല തണുപ്പാണ്. അതുകൊണ്ട് ഇപ്പം തന്നെ ഏതാണ്ട് 17 ഡിഗ്രിയാണ് ഇവിടെ. നമ്മളിപ്പോൾ നിൽക്കുന്നത് 2086 മീറ്റർ മുകളിലാണ്, സീ ലെവലിൻ്റെ പൊക്കത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അവിടെയുള്ള റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ. അപ്പോൾ നമ്മളെ ട്രെയിനിൽ ഞാൻ വിഷ്വൽസൊക്കെ എടുത്ത് കാണിച്ചു തരാം. നല്ല അടിപൊളിയായിരിക്കും. പോകുന്ന വഴികളിലൊക്കെ വീഡിയോ എടുക്കാൻ മാക്സിമം ഞാൻ ഇടുന്നതായിരിക്കും. പിന്നെ ഇന്ന് വേറെ ഒന്നുമില്ല, ട്രെയിനിലൂടെ പോകുന്ന യാത്ര ഒക്കെ ആയിരിക്കും കേട്ടോ. ആ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങളത് കാണാൻ പോകുന്നത്. ഇവിടുത്തെ ട്രാക്ക് നമ്മുടെ സാധാ ട്രെയിനിൻ്റെ ട്രാക്കിനെക്കാട്ടി കുഞ്ഞ ട്രാക്കാണെന്ന് തോന്നുന്നു അല്ലേ. കുഞ്ഞു ട്രാക്ക്. പിന്നെ ഈ ലിവർ കണ്ടില്ലേ, ഈ ലിവർ അവിടെ എന്തോ ഒരു ബിൽഡിംഗ് കണ്ട ആ ബിൽഡിങ്ങിൽ ഇരുന്നിട്ട് ഒരാൾ ഈ ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ വേണ്ടിയിട്ട് ലിവർ പിടിച്ച് വലിക്കൂലേ, ആ സമയത്ത് വർക്കാവുന്ന സംഭവമാണ് കേട്ടോ ഇത് നമ്മളീ കാണുന്ന. അതാണ് ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ട്രാക്കിൽ നിന്ന് വേറൊരു ട്രാക്കിലോട്ട് ഈ ട്രെയിനിനെ ചേഞ്ച് ചെയ്യുന്നില്ലേ, ആ ഒരു സംഭവമാണെന്നാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾ ഇരിക്കുന്നത് ഇതോ അവിടെയും ആ ഒരു ബിൽഡിങ്ങല്ല, ആ ഒരു ചെറിയ ഒരു കൂടാരത്തിൻ്റെ അകത്ത് നേരത്തെ കണ്ടോ. ഇപ്പോൾ അവർ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിതിങ്ങനെ അനങ്ങുന്നത് കാണാൻ പറ്റും. അത് നല്ല രസമാണ് കാണാനായിട്ട്. ട്രെയിൻ മുന്നോട്ട് പോകാതിരിക്കാൻ വേണ്ടി ഒരു മഞ്ഞ കളർ സാധനം ബ്രേക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. ബ്രേക്കറല്ല, സ്റ്റോപ്പർ. പിന്നെ റെയിൽവേ സ്റ്റേഷൻ അത്യാവശ്യം അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട്. പിന്നെ നമുക്കിരിക്കാൻ സൗകര്യമുണ്ട്. പിന്നെ കുറച്ച് മുമ്പേ പോലീസുകാരൊക്കെ വന്ന് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, RPFലുള്ള ആൾക്കാർ. നമ്മൾ കൽക്കയിലോട്ട് പോകാൻ പോകുന്ന ട്രെയിൻ ഇതാണ്, ടോയ് ട്രെയിൻ. നമ്മളിവിടെ ഷിംലയിൽ വരാനുള്ള പ്രധാന കാരണം ഈ ടോയ് ട്രെയിനിൽ കയറാനായിട്ടായിരുന്നു മാത്രം നമ്മളിവിടെ ഷിംലയിൽ വന്നത്. അപ്പോൾ ഇപ്പം 3:17 സംഭവം 3:15 ട്രെയിൻ എടുക്കാനുള്ളത്. എന്താണെന്ന് അറിഞ്ഞുകൂടാ.
സംഭവം ട്രെയിൻ വൈകുന്നുണ്ട്. എൻജിൻ ഇതുവരെയും കൊണ്ടൊന്നും ഘടിപ്പിച്ചിട്ടില്ല. എൻജിൻ്റെ ഈ ഭാഗത്തായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ട്രെയിനിൻ്റെ അകത്ത് കയറിയിട്ട് ട്രെയിനിൻ്റെ അകത്തോട്ട് ഇതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാ നമ്മൾ ടോയ് ട്രെയിനിൻ്റെ അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണേ. ഹായ്. ടോയ് ട്രെയിനിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അവർ സീറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ അവിടെ ഒരു AC കാണാം ഫ്രണ്ടിലായിട്ട്. പിന്നെ മുകളിൽ സൺറൂഫ് ഉണ്ട്. സൺറൂഫ് തുറക്കാൻ പറ്റില്ല, പക്ഷേ എല്ലാവർക്കും സൺറൂഫ് മുകളിൽ കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു ഡോറുണ്ട്, പക്ഷേ ആ ഡോറ് ക്ലോസ് ആണ് കേട്ടോ. നമുക്ക് അപ്പുറത്ത് നമ്മുടെ പാളമാണ് വരുന്നത് ആ സൈഡ്. പിന്നെ വ്യൂ കാണാൻ നമുക്കിവിടെ അടിപൊളിയായിട്ട്. പിന്നെ നമ്മുടെ സീറ്റ് വരുന്നത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ സീറ്റ് ഇതൊരു സീറ്റ് ഇവിടെ വരണം, പിന്നെ അവിടെ ഒരു സീറ്റുണ്ട്, പിന്നെ ഇവിടെ ഒരെണ്ണമുണ്ട്. അപ്പോൾ ഞാൻ രാഹുലും മിക്കവാറും ഞാൻ അവിടെ ആയിരിക്കും, രാഹുൽ ഇവിടെ, മിക്കി നിതിനും ഈ ഭാഗത്തായിട്ടായിരിക്കും ഇരിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. രണ്ട് ഭാഗത്തുള്ള വ്യൂവും നമുക്ക് പിടിച്ചെടുക്കാൻ നോക്കാം. പുറത്തുള്ള വ്യൂ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ എന്തായാലും ട്രെയിൻ മൂവായി തുടങ്ങുമ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകളിലോട്ട് പോവാം. പക്ഷേ ഈ സൺറൂഫ് ഉൾക്കൊള്ളാം കേട്ടോ, എന്നെ ആകർഷിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് തുറക്കാൻ പറ്റില്ല. ഇത് അടയ്ക്കുകയും ചെയ്യാം കേട്ടോ. നല്ല വെയിലുള്ള സമയത്താണെങ്കിൽ ഇങ്ങനെ വലിച്ചടയ്ക്കാം. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഇങ്ങനെ തുറന്ന് തന്നെയാണ് ഇട്ടിരിക്കുന്നത് തോന്നുന്നു കേട്ടോ. ഇത് സൂപ്പർ അടിപൊളി. മാനുവലാണ്, ഓട്ടോമാറ്റിക് അല്ല. എല്ലായിടവും ഉണ്ട്. ഇവിടെ ഒരെണ്ണമുണ്ട്, ഇത് അടച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ രാഹുൽ അടച്ചതാണേ. നമുക്കെന്തായാലും നമ്മുടെ സീറ്റിൽ പോയി ഇരിക്കാം. സീറ്റൊക്കെ നല്ല അടിപൊളി സീറ്റാണ്, ഒരു രക്ഷയില്ല സീറ്റ്. ട്രെയിനിൽ നമ്മൾ കയറി ഇരുന്നതേ ഉള്ളൂ കേട്ടോ. ട്രെയിൻ എടുത്തിട്ടൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ട്രെയിനിൽ ഇരുന്ന സമയത്ത് ഇങ്ങനെ ഊഞ്ഞാൽ ആടുമ്പോലൊരു ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. വെറുതെ കയറി ഇരിക്കുകയാണ്, ഇങ്ങനെ 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 ഫോണില്ലേ ആ ഒരു ഫീല്. എന്തായാലും ട്രെയിൻ എടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. പഴയ ട്രെയിനാണ് എനിക്കൊണ്ട്. ഇവിടെയും പിന്നെ ഊട്ടിയിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ടോയ് ട്രെയിൻ. ബാക്കി എല്ലായിടും നിർത്തലാക്കിയിട്ടുണ്ട്. ബാക്കി ഇപ്പോൾ എല്ലാ ഇലക്ട്രിക്കൽ ട്രെയിനും ബാക്കി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയില്ല. നമുക്ക് എനിക്കാണെങ്കിൽ ഈ ഇതേപോലത്തെ ട്രെയിനിൽ കയറണമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ഒരു ദിവസമെങ്കിലും. അപ്പോൾ നമ്മുടെ ഈ സീറ്റിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മുടെ വന്ദേ ഭാരതിന്റെ സീറ്റ് ഉണ്ടല്ലോ, നമുക്ക് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും വെക്കാം. ഓക്കെ, ഇതിപ്പോ നമ്മൾ അങ്ങോട്ട് നോക്കിയിരിക്കില്ലേ, നമുക്ക് ഇനി അങ്ങോട്ട് വേണമെങ്കിൽ നോക്കിയിരിക്കാം. അത് നേരെ ഈ സീറ്റ് ആക്കിയാൽ മതി. അപ്പോൾ അങ്ങോട്ടായി അടിപൊളിയാട്ടോ. സീറ്റ് അടിപൊളിയാണ്. സീറ്റ് സിസ്റ്റം ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ നമ്മുടെ സാധാരണ ട്രെയിനിൽ ഇങ്ങനത്തെ സീറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലേ കുറച്ചുകൂടെ അടിപൊളിയായിരിക്കുമായിരുന്നു. പഴയ മോഡൽ സാധനം ഞാൻ വെറുതെ ഇങ്ങനെ ആക്കി നോക്കിയപ്പോഴാണ് ഈ സംഭവം കണ്ടുപിടിച്ചത്. ടോയ് ട്രെയിൻ ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഉള്ളത് നന്നായി. പിന്നെ അതുകൊണ്ട് ടോയ് ട്രെയിനിന്റെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ബാക്കിലായിട്ടുണ്ട്, തൊട്ട് ബാക്കിലായിട്ട് ഫോട്ടോ. സോറി. പിന്നെ നമ്മളിപ്പോൾ ഈ നിൽക്കുന്നില്ലേ റെയിൽവേ പാത, ഇത് നമ്മുടെ വേൾഡ് ഹെറിറ്റേജ് സെന്ററിന്റെ ഭാഗമാണ്. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ടില്ലേ. നമ്മളെ ഇവിടെ നിന്ന് ഷിംല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ജ്യൂസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ജ്യൂസ് കുപ്പിയല്ല, അത് എനിക്കൊന്ന് റീഫില്ലബിൾ ബോട്ടിലാണെന്ന് തോന്നുന്നു. അത് ആ ബോട്ടിൽ നിർത്തി തരൂ. അതിൽ നമ്മുടെ ഈ ടോയ് ട്രെയിനിന്റെ പടമുണ്ട് ബാക്കിലായിട്ട്, കാണിച്ചു തരാം. ആ കണ്ടില്ലേ. പിന്നെ നമ്മുടെ ട്രെയിനിന്റെ ഉൾഭാഗം ഞാൻ ഏറ്റവും ബാക്ക് സൈഡിൽ നിന്ന് എടുക്കുന്നതാണ്. ഈ ഒരു ബോഗിയിൽ നമ്മൾ മാത്രമേ ഉള്ളൂ, ഞാൻ രാഹുലും പിന്നെ നിതിനും അവൻ്റെ വൈഫ് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഈ സൈഡിലായിട്ട് ഇൻവെർട്ടറാണ് തോന്നുന്നു വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ബാറ്ററി ആയിട്ടായിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇവിടെ നിന്നാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ നമുക്ക് ഈ ബോഗിയുടെ മുഴുവനും ഉൾഭാഗവും കിട്ടുവേ. അപ്പോൾ ട്രെയിൻ മൂവ് ആകുമ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി മൂവ് ആവുന്ന രീതിയിൽ തന്നെ നമുക്ക് വീഡിയോ എടുക്കാം. നമ്മളത് ഈ ഷോപ്പിൽ നിന്നാണ് സ്നാക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എനിക്കോണ് എൻജിൻ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. ഇനി ഏതാനും നിമിഷങ്ങൾക്കകം ട്രെയിൻ മൂവ് ആവുന്നതായിരിക്കും. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് രണ്ട് സൈഡും വിൻഡോ ഉള്ളതുകൊണ്ട്, ഈ സൈഡും വിൻഡോ ഉണ്ട്, പിന്നെ ഈ സൈഡും വിൻഡോ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ പറ്റിയടാ കണ്ണടി വെച്ച് വരാനാ? ഒരു ഫോട്ടോ എടുക്കാൻ വിളിക്കുകയാണ്. എന്തായാലും ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മളെ എൻജിനാണ് ആ ഫ്രണ്ടിൽ കാണുന്നത്. നമ്മുടെ ലോക്കോ പൈലറ്റ് ഒരു ഫീമെയിലാണ്. അപ്പോൾ അത് അകത്തിരിക്കുകയാണ്. ഒരാൾ മാത്രമേ ഉള്ളൂ. ഇനി ഒരാളൂടെ വന്നു കഴിഞ്ഞാൽ ട്രെയിൻ സ്റ്റാർട്ടാവുന്നതായിരിക്കും. അതും നമ്മുടെ ടോയ് ട്രെയിനിൻ്റെ മുൻഭാഗം ഇങ്ങനെയാണ്. നമ്മുടെ രണ്ട് കൊമ്പ് പോലെ രണ്ട് എയർ ഹോൺ ഉണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം ട്രെയിൻ ഓക്കെ അടുത്ത ലോക്കോ പൈലറ്റ്.
कितना लोको पायलट है इधर? एक लोको पायलट एक 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 असिस्टेंट लोको पायलट है। ആ ഓക്കെ. അപ്പോൾ 2 പേര് വരാനുണ്ട്. പുള്ളിക്കാരി എന്തോ എഴുതിക്കൊണ്ടിരിക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻജിൻ വരുന്നത്. ഇതെനിക്ക് തോന്നുന്നു ഡീസൽ എൻജിനാണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. ആ മുകളിൽ കൂടെ പുക പോകുന്നുണ്ട് ആ ഭാഗത്തൂടെ. ക്യാമറയിൽ തുറക്കാൻ കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ എന്തായാലും നമ്മളെ ബോഗി എവിടെയാണെന്ന് കാണിച്ചു തരാം. ഇത് ഫസ്റ്റ് ബോഗിയുടെ പേര് വരുന്നത് E46 എന്നാണ്. അയ്യോ EV6 എന്നാണ് ഫസ്റ്റ് ബോഗിയുടെ പേര് വരുന്നത്. നമ്മുടെ ബോഗി വരുന്നത് EV5 ആണേ. കാണിച്ചു തരാം. നമ്മുടെ ബോഗി EV5. അയ്യോ നിന്നെ എവിടെ വെച്ച് കണ്ടുള്ള പോലെ ഉണ്ടല്ലോടാ. രാഹുലാണോ? മലയാളിയാണോ? അതെ മലയാളിയാണ്. ട്രെയിൻ മൂവായി തുടങ്ങിയിട്ടുണ്ട് ഷിംലയിൽ നിന്ന്. സൂപ്പർ കേട്ടോ. ട്രെയിൻ ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. എന്താണെന്ന് പറഞ്ഞാൽ അവിടെ ടീയുടെ സിമ്പലൊക്കെ കാണുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കളിപ്പാട്ട ട്രെയിൻ നമ്മൾ ഓടിച്ചുകൊണ്ട് പോകില്ലേ, ആ ഒരു ഫീലാണ് കേട്ടോ നമ്മൾ ഇതുവഴി വണ്ടി ഓടിച്ച് പോകുമ്പോൾ തോന്നുന്നത്. വണ്ടിയില്ല, ട്രെയിനിലിരുന്ന് പോകുമ്പോൾ ഞാനല്ല ഓട്ടിക്കുന്നത് പറയും പോലെ. ഇവിടെ മുഴുവൻ കാടാണ് കേട്ടോ മോൾ ഭാഗത്ത്. സത്യം പറഞ്ഞാൽ സൂപ്പർ, ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങൾ ഒരിക്കലെങ്കിലും നമ്മുടെ ഈ ട്രെയിൻ യാത്ര നടത്തിയിരിക്കണം. ട്രെയിൻ നല്ല സ്ലോ ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അടുത്ത സ്റ്റേഷൻ എത്തിയെന്നാണ് തോന്നുന്നത്. പക്ഷെ ഒരു രക്ഷയില്ല കേട്ടോ ഇവിടെ ഈ ട്രെയിനിലെ യാത്ര. കുറച്ച് സമയം ആയപ്പോൾ തന്നെ ഒരു അടിപൊളി ഫീലിംഗ് ആണ്. ഈ സ്റ്റേഷൻ്റെ പേര് കണ്ടില്ലേ, സമ്മർ ഹിൽ സ്റ്റേഷൻ. അപ്പുറത്തെ സൈഡിലാണ് കറക്റ്റ് കുറച്ചുകൂടെ സ്റ്റേഷൻ്റെ പേരും കാര്യങ്ങളൊക്കെ വരുന്നത്. കണ്ടാ എഴുതി വെച്ചിരിക്കുന്നത് സമ്മർ ഹിൽ സ്റ്റേഷൻ. നമ്മളൊരു ബോഗി മുഴുവനായിട്ട് അങ്ങ് ബുക്ക് ചെയ്തൊരു ഫീലിംഗ് ആണ് നമുക്ക്.
നമ്മുടെ ഈ ട്രെയിനിന് കണ്ട വലിയ നീളമില്ല. എനിക്ക് തോന്നുന്നു ഒരു 10 ബോഗിക്കകത്ത് മാത്രമേ നമ്മുടെ ഈ ട്രെയിൻ വരുന്നുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മലപ്രദേശത്തൂടെയാണ് കൂടുതൽ ഓടുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നീളം കൂടിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ചെറിയ ബോഗിയും പിന്നെ ചെറിയ കുഞ്ഞ് ട്രെയിനും. നല്ല രസമുണ്ട് കേട്ടോ. ഇതൊരു യാത്ര ചെയ്യുന്ന എക്സ്പീരിയൻസ് തന്നെയാണ് ഒരു രക്ഷയില്ലാത്തത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്തു നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ട്രെയിനിൽ യാത്ര ചെയ്യാൻ ശ്രമിക്കുക. അടിപൊളിയാണ്, ഒരു രക്ഷയില്ല, സൂപ്പർ. നമ്മളിപ്പോൾ നേരെ കാണുന്നില്ല, ഇത് എയർപോർട്ടാണ്. എയർപോർട്ടിൻ്റെ ഭാഗം എത്തിയപ്പോഴത്തേക്ക് നമ്മുടെ ടോയ് ട്രെയിൻ സ്റ്റോപ്പായിട്ടുണ്ട്. എന്താണെന്ന് അറിഞ്ഞൂടാ. ഇതാണ് ഇന്നലെ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടാണ് ഞാൻ ഇന്നലെ എയർപോർട്ടിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഷിംലയിലുള്ള ഒരേ ഒരു എയർപോർട്ടാണ്. നമ്മളിത് ഇവിടെ ജദോങ് എന്ന് പറയുന്ന സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തി ഏതാണ്ട് 10-20 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റേഷനിൽ നിന്ന് പുതിയൊരു ആൾ കയറിയിട്ടുണ്ട് നമ്മുടെ ട്രെയിനിൽ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം പോയി കഴിഞ്ഞ് രാഹുൽ ഇപ്പോൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവരോട് ചോദിച്ചു, രാഹുലേ ഡേയ് വീഡിയോ എടുത്താൽ കുഴപ്പമുണ്ടാന്ന് ചോദിച്ചു നോക്കടാ. യോ ഗുഡ് നെയിം? Cora. Okay. You're from England? I'm from England. Okay. Nice to meet you. Lovely to meet you. Huh? Hey, you don't have any problem, right, for taking videos? I don't, but I do have a cold, so I'm so sorry. I keep coughing. Okay. Yes. No, I don't mind. Okay, thank you. I might put off your followers though. നമ്മുടെ ഈ സ്റ്റേഷനിൽ 10-30 മിനിറ്റായി വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഒരു ട്രെയിൻ വരും. ഈ ട്രെയിൻ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര നേരവും വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതും ഒരു ടോയ് ട്രെയിൻ തന്നെയാണ്. അപ്പോൾ ഇത് തിരിച്ച് ഷിംലയിലോട്ട് പോകുന്ന ട്രെയിനാണ്. നമ്മുടെ കൽക്കയിൽ നിന്ന് ഷിംലയിലോട്ട് പോകുന്ന ട്രെയിൻ. അതിൽ ഒരുപാട് പാസഞ്ചേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. കൂടുതലും വിദേശികളെന്നാണ് തോന്നുന്നത് ഈ ട്രെയിനിൻ്റെ അകത്ത്. ഈ ട്രെയിൻ കുറച്ചുകൂടെ വ്യത്യാസമുണ്ട് അല്ലേ നമ്മളെ ട്രെയിനിനെക്കാട്ടിലും. പക്ഷേ ഈ ട്രെയിനിൽ നല്ല തിരക്കുണ്ട്. നമ്മുടെ ട്രെയിനിലാണെങ്കിൽ തിരക്കെന്ന് പറയുന്ന ഒരു വിഷയമേ ഇല്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമ്മളെ ട്രെയിൻ എടുക്കുന്നതായിരിക്കും. ഏതാണ്ട് 30 മിനിറ്റോളം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇനി നമുക്ക് കാഴ്ചകളിലോട്ട് പോകാം അടുത്ത്. നമുക്ക് ഈ ട്രെയിനിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന വിഷ്വൽസ് ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വലിയ ഗുഹയിലൂടെയും നമ്മൾ യാത്ര ചെയ്ത് പോകുന്നുണ്ട്. അടുത്ത ഗുഹ വന്നിട്ടുണ്ട് ഇതിൻ്റെ മുകളിലൊന്നായിട്ട്. പക്ഷെ ഒരു രക്ഷയില്ല കേട്ടോ ഇവിടുത്തെ യാത്ര. താഴെ നമുക്ക് റോഡൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഒന്നുകൂടി ഡിസംബർ ടൈം ആയിരുന്നെങ്കിൽ ഒരു രക്ഷയില്ലായിരിക്കുമായിരുന്നു. മഞ്ഞ് കൊണ്ട് മൂടിക്കിടക്കുമായിരുന്നു നമ്മൾ ഈ കാണുന്ന എല്ലാ സ്ഥലവും. ഇപ്പോഴേ നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 17 ഡിഗ്രിയാണ് നമ്മൾ ഈ യാത്ര ചെയ്യുന്ന ഈ സ്ഥലത്തൂടെ. പുള്ളിക്കാർ നമ്മളുടെ കമ്പനി ആയിട്ടുണ്ട്. രാഹുലിൻ്റെയും എൻ്റെയും മിക്കിയുടെയൊക്കെ കമ്പനി ആയിട്ടുണ്ട്. ഇതിനും മിക്കിയും അവിടെ ഫോട്ടോ എടുക്കുന്നതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് കോൾഡ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ മെഡിസിനൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ മെഡിസിൻ വേണമെന്ന് ചോദിച്ചപ്പോൾ കുഴപ്പമില്ല, വേറെ പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ മെഡിസിനും കാര്യങ്ങളൊന്നും കൊടുക്കാത്തത്. ഈ കൽക്കി എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ, ഇത് ഹരിയാനയിലാണ്. നമ്മുടെ ഷിംലയിൽ നിന്ന് 4 മണിക്കൂർ യാത്ര ഉണ്ട് ഹരിയാനയിലോട്ട് പോകാനായിട്ട്, ഈ കൽക്ക എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകാനായിട്ട്. പിന്നെ നമുക്ക് ഈ ഷിംലയിൽ നിന്ന് കൽക്ക വരെ പോകാനായിട്ട് കോസ്റ്റ് ആയിട്ടുള്ളത് 640 രൂപയാണ്. പിന്നെ പല റേറ്റിന് നമുക്ക് ടിക്കറ്റ് അവൈലബിൾ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 65 രൂപ മുതൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 65, പിന്നെ 200 സംതിങ്ങിനുണ്ട്. അങ്ങനെ ഒരു പല വിലയ്ക്കുണ്ട്. പിന്നെ നമുക്കിത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയും കോസ്റ്റ് കൂടിയ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്, 640. അപ്പോൾ ടിക്കറ്റ് നോക്കി ആരും യാത്ര ചെയ്യാതിരിക്കേണ്ട. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ്. പിന്നെ നമ്മൾ നോക്കിയപ്പോഴേ ഓൺലൈൻ വഴിയല്ലേ നമ്മൾ ടിക്കറ്റ് എടുത്തത്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ പെട്ടെന്ന് ടിക്കറ്റ് എടുത്തത്. അപ്പോൾ പിന്നെ എല്ലാവരും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങോട്ട് ഷിംലയിൽ വരുന്ന എല്ലാവരും ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു യാത്ര തന്നെയാണിത്. പിന്നെ കൽക്കയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡൽഹിയിലോട്ട് ട്രെയിനൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത് മേടിച്ച് ആരും യാത്ര ചെയ്യാതൊന്നും ഇരിക്കണ്ട. നമ്മുടെ ഈ സൈഡ് കണ്ടില്ലേ, റോഡൊക്കെ ഉണ്ട്. പക്ഷേ റോഡിൻ്റെ ആ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ ട്രെയിനിൽ പോകുന്നത് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇത്
മഞ്ഞത്തൂടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. പിന്നെ നമ്മൾ ഈ കാണുന്ന എല്ലാ എക്സ്പീരിയൻസും നിങ്ങൾക്കൂടെ കാണിച്ചിടണമുണ്ട്. പക്ഷെ അങ്ങനെ കാണിക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു വീഡിയോ ഒന്നും തികയാതെ വരിക. ഏതാണ്ട് 4 മണിക്കൂർ യാത്ര ഉണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് കൊള്ളാമെന്ന് തോന്നുന്ന വീഡിയോസൊക്കെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മുഴുവനായിട്ടിരുന്ന് കാണാൻ ശ്രമിക്കുക. വെറുതെ ഈ ട്രെയിൻ ഇങ്ങനെ യാത്ര ചെയ്യുന്ന വിഷ്വലേ ഉള്ളൂ എന്ന് പറഞ്ഞ് വീഡിയോ കാണാതിരിക്കരുത്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. പിന്നെ നേരിട്ട് കാണുന്നതിൻ്റെ എക്സ്പീരിയൻസ് ഒന്നും നമുക്ക് വീഡിയോയിലൂടെ കാണുമ്പോൾ കിട്ടൂല. എങ്കിലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണാൻ ശ്രമിക്കുക. ഒരു മിനിറ്റ് ഒന്നുകൂടെ. മസിനഗുഡി വഴി ഷിംലയിലേക്ക് ഒരു യാത്ര, അതൊരു അനുഭൂതിയാണ്. സൂപ്പർ, ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ ആ കാണുന്ന മുഴുവൻ റോഡാണ് അവർ വെട്ടി വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ഹിമാചൽ പ്രദേശിൽ മുഴുവനും മലയും കുന്നുമല്ലേ. അപ്പോൾ ഇവരിവിടെ റോഡും വീടും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒരു അടിപൊളിയാണ്, ഒരു രക്ഷയില്ല ഇവിടെ. പിന്നെ ട്രെയിൻ വലിയ സ്പീഡിലും അല്ല യാത്ര ചെയ്യുന്നത്. പിന്നെ പ്രത്യേകം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഫ്രണ്ടിൽ പോയിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല കേട്ടോ. ലോക്കോ പൈലറ്റിൻ്റെയോ ആരുടെയും വീഡിയോസൊന്നും അത് അവർ കണ്ടു കഴിഞ്ഞാൽ ചില പ്രശ്നമാവും. നമ്മളത് ചോദിച്ച് വീഡിയോ എടുക്കണം, അപ്പോൾ നമ്മളിത് എടുക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മളിവിടെ ഷിംലയിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു 3 സ്ഥലമേ ഞാൻ പറയുള്ളൂ. എനിക്ക് അത്രേ അറിയാവുള്ളൂ കേട്ടോ. പിന്നെ നിങ്ങളിവിടെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം. എന്നാൽ ഇത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ മിസ് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലങ്ങളാണ്. ഒന്ന് നമ്മുടെ വൈസ്രോയ് ലോഡ്ജ്, രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആർമി മ്യൂസിയം, അതെന്തായാലും കാണണം, നമുക്ക് മിസ്സായിപ്പോയി. പിന്നെ അടുത്തത് ഈ ട്രെയിൻ യാത്ര, ഇതും നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ, എൻ്റെ അനുഭവത്തിൽ എനിക്ക് ഈ 3 അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ കുറച്ച് വ്യൂ, ഇവിടെ ആൾക്കാർ ട്രെയിനൊക്കെ നോക്കി നിൽക്കുകയാണ്. ഇവിടുത്തെ ലോക്കൽ ആൾക്കാരെന്നാണ് തോന്നുന്നത് കേട്ടോ കണ്ടിട്ട്. നമ്മൾ നേരത്തെ ലെഫ്റ്റ് സൈഡിൽ നിന്നിട്ടാണ് വീഡിയോ കണ്ടത്. നമ്മളിപ്പോൾ നേരെ റൈറ്റ് സൈഡിൽ വന്നിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ വന്നപ്പോഴും സെയിം മലയും കുന്നും തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ നേരിട്ട് കാണുമ്പോഴേ ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആണ്. അടുത്ത സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിർത്തുമെന്ന് അറിഞ്ഞൂടാ. ഓരോ സ്റ്റേഷനിൽ നിർത്തിയാണ് പോകുന്നത് കൊണ്ടായിരിക്കും നമ്മൾ ഇത്രയും ലേറ്റ് ആവുന്നത് എത്താനായിട്ട്. ഇടയ്ക്ക് ആരോ പറയുന്നതായിട്ട് നമ്മൾ അവിടെ എത്താൻ നേരെ ഇരുട്ടുന്നു. പക്ഷേ ഓൺലൈനിൽ 4 മണിക്കൂറേ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്തായാലും നോക്കാം. നമ്മളവിടെ നിന്ന് 3:20 ഒക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ കൽക്കയിൽ എത്തുമ്പോൾ എത്ര മണിയാവുമെന്ന് നമുക്ക് നോക്കാം. സൂപ്പറായിട്ട് വന്നാ നമ്മൾ ലെഫ്റ്റ് സൈഡിലായിട്ട് കണ്ട കാഴ്ചയാണ്. എനിക്ക് തോന്നുന്നു അവർ തുരങ്കം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ ഷിംലയിലോട്ട് പോകാനായിട്ട്.
ഡോംഗ്ലിയുടെ വ്ളോഗാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മലയോരങ്ങളിലൂടെ ട്രെയിൻ പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ വളരെ വ്യത്യസ്തമായിരുന്നു. ഡോംഗ്ലിയുടെ യാത്രകളിൽ പലതും കണ്ടതും കേട്ടതും എല്ലാം വളരെ വ്യത്യാസപ്പെട്ടതായിരുന്നു. സൂര്യൻ്റെ വെട്ടത്തിൽ നിറഞ്ഞു കുളിച്ച് നിറങ്ങളാൽ വർണ്ണപ്പെട്ട സൂര്യൻ്റെ വലിയ പാലമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 10-20 നില കെട്ടിടത്തിൻ്റെ പൊക്കമുണ്ട് ഈ പാലത്തിന്. നല്ല തണുത്ത കാറ്റില്ലടേ. അടുക്കാറായിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കാര്യം അതുകൊണ്ടാണ് നമ്മൾ ഈ വലിയ വലിയ പാലങ്ങളും വീടും ബിൽഡിങ്ങും ഒക്കെ കണ്ടു തുടങ്ങിയത്. എന്തായിരുന്നാലും ഇപ്പം നേരം ഇരുട്ടി തുടങ്ങി. ഇപ്പം എന്തായാലും നമുക്ക് നേരെ സ്റ്റേഷനിൽ എത്തിയിട്ട് കാണാം. കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റേഷൻ എത്താറായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ ഇവിടെ വീഡിയോ എടുക്കുന്നത് സേഫ് അല്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഈ വഴിയിൽ ഇങ്ങനെ ആൾക്കാർ നിൽക്കുന്നില്ലേ, ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇവർ ഫോൺ തട്ടിപ്പറിച്ചാലും പറയും. ഞാനിങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. എനിക്ക് യഥാർത്ഥ കാര്യം എന്താണെന്നൊന്നും അറിഞ്ഞൂടാ. സമയമാണെങ്കിൽ ഏതാണ്ട് 7 മണിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിയും 1 മണിക്കൂറൂടെ യാത്ര ചെയ്താലേ നമ്മുടെ കൽക്കയിലോട്ട് എത്താൻ പറ്റുള്ളൂ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 മണിയാണ് ഇവർ അവിടെ എത്തുന്ന സമയം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിനിയിപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് കാണാം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ കൂടുതൽ കാഴ്ചകളൊന്നും നമുക്കങ്ങനെ കിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ട്രെയിൻ ആരും ചൂസ് ചെയ്യാത്തത്. കാര്യം എന്ന് പറഞ്ഞാൽ 3:15-നാണ് നമ്മൾ അവിടെ നിന്ന് ഈ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് രാവിലെ ഉള്ള ട്രെയിന് വേണമെങ്കിൽ നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് വെക്കുക. 1 മാസത്തിനൊക്കെ മുമ്പേ തന്നെ ചിലപ്പോൾ ബുക്കിംഗ് ഒക്കെ ഫുള്ളാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ എന്തായിരുന്നാലും നമുക്കിനി നേരെ സ്റ്റേഷനിലെത്തിയിട്ട് കാണാം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരമൊക്കെ നല്ല രീതിയിൽ ഇരുട്ടി തുടങ്ങി. അങ്ങനെ നമ്മൾ ഫൈനലി ഇവിടെ കൽക്കയിൽ എത്തിയിരിക്കുകയാണ്. ട്രെയിൻ എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. രാവിലെ ഇതിനെ എങ്ങനെ ഉണ്ടായിരുന്നടാ എക്സ്പീരിയൻസ് ഒക്കെ? ട്രെയിനിൽ വ്യൂ ആയിരുന്നു ഒരു രക്ഷയില്ലാത്തത്. രാഹുൽ കുറച്ച് കുസൃതി കൂടുതലാ. അതാണ് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഒക്കെ ട്രെയിനിലെ? ഒരു രക്ഷയില്ല. അതാണ്, അത് മാത്രമേ പറയാവുള്ളൂ. അപ്പോൾ നമ്മുടെ ട്രെയിൻ യാത്രയെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിച്ചു. അത് ശരിയാണ് കേട്ടോ. പിന്നെ നമുക്കിനി അടുത്ത് 11 മണിക്ക് ഇവിടെ നിന്നൊരു ട്രെയിനുണ്ട്. അതെങ്ങോട്ടാണെന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ ട്രെയിൻ വന്നിട്ട് കാണിച്ചു തരാം എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതുവരെ എല്ലാവരും നമ്മൾ ഈ ട്രെയിനിലാണ് പോകാനായിട്ട് പോകുന്നത്. നമ്മൾ പോകുന്നത് ഡൽഹിക്കാണ്. പക്ഷേ നമ്മൾ ഡൽഹിക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഡൽഹി എക്സ്പ്ലോർ ചെയ്യാനല്ല പോകുന്നത്. ഡൽഹിയിൽ നമുക്ക് അടുത്ത ട്രെയിനുണ്ട്. അപ്പോൾ അതെങ്ങോട്ടാണെന്ന് ഞാൻ ഡൽഹിയിൽ എത്തിയിട്ട് നിങ്ങളുടെ അടുത്ത് പറയാം. അപ്പോൾ എന്തായാലും ട്രെയിൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതാണ്ട് 11:30-ക്കാണ്. അപ്പോൾ ഇപ്പോൾ സമയം ഏതാണ്ട് 11 മണി ആയിട്ടില്ല, 10:30 ആയിട്ടേ ഉള്ളൂ ഇപ്പോൾ. അപ്പോൾ ട്രെയിൻ നേരത്തെ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. നമ്മൾ കൽക്കയിൽ നിന്ന് നേരെ ഡൽഹിയിലോട്ടാണ് പോകുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഡയറക്റ്റ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തോട്ട് ട്രെയിനില്ല. പോകണമെങ്കിൽ ഡൽഹിയിൽ പോയിട്ടേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് ഡൽഹി എത്തിയിട്ട് കാണാം. അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഏത് കോച്ചിലാണ് കയറുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. സെക്കൻഡ് AC അവസാനം നമ്മളെ ബോഗി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ബോഗിക്കകത്ത് കയറി നോക്കാം ഇങ്ങനെ ഉണ്ട് സൗകര്യങ്ങൾ. ഇങ്ങോട്ട് വന്ന ട്രെയിനിനെ പോലെയാണോ അതോ അങ്ങോട്ട്
ഇങ്ങോട്ടൊന്ന് ട്രെയിനെ പോലെയാണോ അതോ എന്തെങ്കിലും വ്യത്യാസമൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ട്രെയിനിൻ്റെ ഡോർ തുറക്കാൻ പറ്റിയില്ല, എന്നാലും ഒന്നുകൂടെ ശ്രമിച്ച് നോക്കട്ടെ. അപ്പോൾ എന്തായാലും നമ്മൾ ട്രെയിനിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടേ. ട്രെയിനിൻ്റെ അകത്ത് കുഴപ്പമില്ല, നല്ല അടിപൊളിയാണ്. വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ട്രെയിനിൻ്റെ അകത്ത്, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന സീറ്റ് ഇതാണ്, ഇതും പിന്നെ ഈ സൈഡിലുള്ള സീറ്റും. പിന്നെ ഇവിടെ കർട്ടൻ ഉണ്ട് കേട്ടോ. മറ്റേ ട്രെയിനിൽ ഇതിലായിരുന്നു വരുന്നത് പറഞ്ഞാൽ നമ്മളത് തേർഡ് AC, ഇത് സെക്കൻഡ് AC ആണ്. അതുകൊണ്ടാണ് കർട്ടനും കാര്യങ്ങളൊക്കെ അവർ ഇട്ടിട്ടുള്ളത്. പക്ഷേ ഈ കർട്ടൻ്റെ ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം തുരുമ്പെടുത്തിരിക്കുകയാണ്. പിന്നെ ഫാനുണ്ട്, AC ഉണ്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ ഈ 2 റോയും പിന്നെ ഈ 2 റോയുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് 15, 16, 17, 18 അങ്ങനെ ഈ 2 സീറ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് നേരെ ഡൽഹിയിലെത്തിയിട്ട് കാണാം. ഡൽഹിയിൽ നിന്ന് നമുക്ക് വേറെ ട്രെയിനുണ്ട്, അത് ഞാൻ അവിടെ എത്തിയിട്ട് പറയാം എങ്ങോട്ടാണെന്ന്. സമയം ഇപ്പോൾ 1:37 ആയിട്ടുണ്ടേ. ഏതാണ്ട് എല്ലാവരും ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ട്രെയിൻ ഇതുവരെയ്ക്ക് എത്തിയിട്ടില്ല. ഏതാണ്ട് 2-2.5 മണിക്കൂറോളം ഡിലേ ആണ് ട്രെയിൻ. അങ്ങനെ ഫൈനലി വെയിറ്റ് ചെയ്ത് നമ്മളെ ട്രെയിൻ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ രാത്രി കൽക്ക റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് യാത്ര ചെയ്ത് ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഇന്ന് രാവിലെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഡൽഹിയിൽ നിന്ന് അടുത്ത ട്രെയിൻ ഉള്ളത് UPയിലുള്ള ബനാറസിലോട്ടാണ്, വാരണാസിയിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്കിനി നേരെ അവിടെ പോയിട്ട് കാണാം. അപ്പോൾ നമ്മളിപ്പം നിൽക്കുന്നത് ബനാറസിലാണ്. ബനാറസ് ഇവിടെ ചെറിയൊരു ബോർഡൊക്കെ ഉണ്ട്. എനിക്കൊന്ന് വലിയ ബോർഡ് അവിടെ എവിടെയെങ്കിലും കാണുമായിരിക്കും. പിന്നെ ഇവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നില്ല. നമ്മൾ വന്നിറങ്ങിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് 3ാമത്തെ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നത് മെയിൻ പ്ലാറ്റ്ഫോമിലാണ്, 1ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. യാത്രയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു, വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ട്രെയിനിൻ്റെ അകത്ത്. പിന്നെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളുമായിട്ട് ഞാൻ അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. ബനാറസിൻ്റെ എല്ലാ വിശേഷങ്ങളും നിങ്ങൾക്ക് അടുത്ത എപ്പിസോഡിൽ കാണാൻ പറ്റും. അപ്പോൾ അതുവരെ എല്ലാവരും വീഡിയോ കണ്ട് വെയിറ്റ് ചെയ്തിരിക്കുക. എല്ലാവർക്കും ബൈ.